ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഭയങ്കര ടയേർഡും ക്ഷീണമാണ് കേട്ടോ. പനി മാറിക്കഴിഞ്ഞപ്പോൾ ഉഷാറ് തീരെ ഇല്ല കേട്ടോ. അപ്പോൾ എന്താണെന്ന് അറിയുന്നില്ല, തീരെ ഉഷാറൊന്നുമില്ലാതെ. അപ്പോൾ മോർണിംഗിൽ എണീച്ചതും നേരെ മോൾക്ക് ലഞ്ചൊന്ന് റെഡിയാക്കണമല്ലോ. അപ്പോൾ മോള് പറഞ്ഞു ലഞ്ചൊന്നും വേണ്ട, എനിക്ക് ടിഫിൻ തന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നൂൽപുട്ടും ചട്നിയാണ്. കുഴപ്പമില്ലമ്മ, എന്തായാലും ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. മോളങ്ങനെ ആന്നും പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ നൂൽപുട്ട് എങ്ങനെ ഉണ്ടാക്കുകയാണ്. നൂൽപുട്ട് ഫസ്റ്റൊക്കെ എനിക്ക് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടഫായിരുന്നു കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ അത് നൂല് പിയ്യാനായിട്ട് നിൽക്കുമ്പോൾ അമരിയല്ല, ഒരു ഡബ്ബർ പന്ത് പോലെ അമരാതെ അങ്ങനെ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഫസ്റ്റൊക്കെ നൂൽപുട്ട് പിരിച്ചാൽ എല്ലാം മാവ് റെഡിയാക്കാറ് കേട്ടോ. പക്ഷേ പിന്നെയാണ് എനിക്ക് ഇങ്ങനെയാണെന്ന് ആരൊക്കെ പറഞ്ഞു. അപ്പോൾ ആ പറഞ്ഞെന്ന മാതിരി ഞാൻ ചെയ്തപ്പോൾ സൂപ്പറായിട്ട് നൂൽപുട്ട് എനിക്ക് വന്നിട്ടോ. അത് കാരണം എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ചുടുവെള്ളം നല്ല തിളപ്പിച്ചിട്ട് ഒഴിക്കാൻ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. അങ്ങനെ ചെയ്താൽ നമുക്ക് മാവ് അങ്ങനെ നൂലായിട്ട് പിയ്യണമെങ്കിൽ അമത്തിയാലും താഴോട്ട് നൂലായിട്ട് വരില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലൈറ്റ് ചുടുവെള്ളത്തിൽ കുറച്ച് ഉപ്പിടുക, കുറച്ച് വെളിച്ചെണ്ണ, എന്നിട്ട് അതിനെ ആ പൊടിയിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പീച്ചി നോക്കി. ഈസി ആയിട്ട് നൂൽപുട്ട് വരും കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറിപ്പോൾ. അടിപൊളിയായിട്ട് നൂൽപുട്ട് വരും. ഇപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഫസ്റ്റൊക്കെ നൂൽപുട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര ടഫായിട്ടുണ്ടായിരുന്നു, ഭയങ്കര ഇടങ്ങേറിയായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ എനിക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ഫുഡ്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ എനിക്ക് ഈസി ആയിട്ടുള്ളൊരു ഐറ്റംസാണ് കേട്ടോ ഈ ഒരു ഐറ്റംസ്. അങ്ങനെ ഈസി ആയിട്ട് ഞാൻ നൂൽപുട്ട് പീച്ചിട്ടോ. നൂൽപുട്ട് ആദ്യമൊക്കെ പീച്ചുമ്പോൾ ഭയങ്കര കഷ്ടപ്പാടും ദുരിതം, അതൊന്നും ആലോചിക്കാൻ വയ്യ. എൻ്റെ പൊന്നെ, എന്തൊരു കഷ്ടപ്പാടായിരുന്നു അന്നൊക്കെ നൂൽപുട്ട് പീച്ചുമ്പോൾ. ഇപ്പോൾ പ്രായത്തിന് പക്വത വരുമ്പോഴാണ് എല്ലാം ശരിയാകുക എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. പക്ഷേ എനിക്കിപ്പോൾ പ്രായത്തിന് പക്വത വന്നപ്പോൾ എനിക്ക് നൂൽപുട്ട് പീച്ചാനൊക്കെ സിമ്പിളായിട്ടോ. ചപ്പാത്തി പരത്താനും, ചപ്പാത്തി ഇപ്പോഴും ഇന്ത്യയുടെ ഭൂപടമൊക്കെ വരും കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. അങ്ങനെ സിമ്പിളായിട്ട് ഞാൻ നൂൽപുട്ടൊക്കെ റെഡിയാക്കിട്ടോ. അപ്പോൾ ഈ നൂൽപുട്ട് റെഡിയാക്കിയപ്പോഴേക്ക് സിമ്പിളായിട്ടുള്ളൊരു ചട്നി, ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നി എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ തേങ്ങാ ചട്നിയൊക്കെ വലിയ ഹോട്ടലിൽ പോയാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതെന്താണ് ഇതിൻ്റെ റെസിപ്പി എന്ന് നമുക്ക് ഇതുവരെ ഒരു പിടുത്തം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവരെന്ത് ചെയ്യുന്നതെന്ന് അറിയോ, പൊട്ടുകടല ചേർക്കുന്നുണ്ട്. അതേമാതിരി താളിക്കുമ്പോൾ അടുപ്പത്ത് അതിങ്ങനെ തിളപ്പിക്കാൻ വിടുന്നില്ല കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ അതിലേക്ക് ഞാൻ എന്താ വിചാരിച്ചപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ തന്നെ ചെയ്യാം. എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ തന്നെ ഉള്ളൂ കേട്ടോ കഴിക്കാറ്. ഈ നാട്ടിലൊക്കെ ഫുഡിൻ്റെ ഐറ്റംസിനൊക്കെ ഫുഡൊക്കെ നല്ല ശരിക്കും ഉണ്ടാക്കി കഴിക്കുക കേട്ടോ. നമ്മളെ മാതിരി കുറേശ്ശെ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടല്ല കഴിക്കാറ്. അപ്പോൾ എനിക്ക് എൻ്റെ നാട്ടിലത്തെ ശീലങ്ങളെല്ലാം വന്നിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട്ടിലത്തെ ശീലങ്ങളാണ് കേട്ടോ വന്നിട്ടുള്ളത്. കാരണം എല്ലാ ഐറ്റംസും ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ഡീസൻ്റാണ് കേട്ടോ. ഇവിടെ അങ്ങനെ ഇങ്ങനെയൊന്നും ഫുഡൊന്നും ഇതാവില്ല, നല്ല നല്ല സാധനങ്ങളോട് കഴിക്കുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലോട്ട് കുറച്ച് പൊട്ടുകടലിട്ടു, പച്ചമുളക് ഇട്ടു, തേങ്ങ ഇട്ടു, ഉപ്പ് ഇട്ടു കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചും കൊണ്ട് ഒരു അടി അടിച്ചിട്ട് നല്ലോണം അടിക്കണം കേട്ടോ, നൈസായിട്ട്. മോനിക്ക് ഞാൻ സെപ്പറേറ്റ് മുളക് ഇടാതെ സെപ്പറേറ്റ് ആയിട്ട് അടിച്ചിട്ട് അതിൽ നിന്ന് ഒരു ഗ്ലാസ് സെപ്പറേറ്റ് ആയിട്ട് വെക്കും കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ മോനെ മുളക് എരിവൊന്നും അധികം കൂട്ടാറില്ല, അപ്പോൾ അതുകൊണ്ട് കേട്ടോ അവനക്ക് സെപ്പറേറ്റ് വെക്കും. പിന്നെ മുളക് ഇട്ടിട്ട് പിന്നെ അടിച്ചിട്ട് ഞങ്ങൾക്ക് യൂസ് ചെയ്യും കേട്ടോ. അതേമാതിരി താളിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ഞാൻ സെറ്റാക്കിട്ടോ. വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ കാക്കകളും പൂച്ചകളും ഒക്കെ തൊള്ളിയിട്ടിട്ടേ ഇരിക്കുന്നു കേട്ടോ. ഭയങ്കര സൗണ്ടാണ് കേട്ടോ ഇവിടെ ഭയങ്കര സൗണ്ടാണ് കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ റോഡ് സൈഡിലല്ലേ,
അങ്ങനെ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചു കേട്ടോ. ചെറിയ കുഞ്ഞ് ചട്ടിയുണ്ട്, താളിക്കാൻ മാത്രമല്ല അതിലേക്ക് ഒഴിക്കണ്ടല്ലോ. ടേസ്റ്റ് നമുക്ക് നല്ല ടേസ്റ്റിൽ കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. എന്തെന്ന് ചോദിച്ചാൽ കടുക് പൊട്ടിച്ചിട്ട് കറിവേപ്പിൻ്റെ ഇലയും, അതിൻ്റെ കറിവേപ്പിൻ്റെ ഇല ഉണങ്ങിയ കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ. കറിവേപ്പിൻ്റെ ഇല ഒരു കഷ്ടകാലം ആലോചിക്കുകയാണ്. എന്തെന്ന് ചോദിച്ചാൽ ഉണങ്ങിയാലും അവനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. കറിയിലിട്ടിട്ട് പുറത്ത് കളഞ്ഞാലും ഉള്ളിലോട്ട് അവനിടുന്നുണ്ട്. കണ്ടോ, കടുക് പൊട്ടിച്ചു. അതിന് മുളക് ഇടുന്നില്ല കേട്ടോ, മോനിക്ക് കൊടുക്കുന്ന കാരണം ഉണക്കമുളകും കൂടി ഇട്ടാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മുളകിടാതെ ഞാൻ കടുക് പൊട്ടിച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഉണങ്ങിയ ഒരു കറിവേപ്പിൻ്റെ എല്ലാം ഉണ്ടായിരുന്നു. കറിവേപ്പിൻ്റെ എല്ലാം ഒക്കെ കൊടുന്നത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഉണക്ക കറിവേപ്പിൻ്റെ എല്ലാം കൂടി കിട്ടിയിട്ട് ഞാനതങ്ങ് താളിച്ചു കേട്ടോ. അങ്ങനെ താളിച്ചിട്ട് മോൻ്റെ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് വെച്ച് മുളകും കൂടി ഇടുകയാണ്. ഉണക്കമുളക് എന്നാലും ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. പക്ഷേ ഞങ്ങളോട് മുളക് യൂസ് ചെയ്യൂല മോന്, അത് കാരണമാണ് കേട്ടോ ഇങ്ങനെ. അപ്പോൾ ഈ ആ മിക്സിയുടെ ജാറിലോട്ട് അങ്ങനെ ഒഴിക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, ട്രൈ ചെയ്ത് നോക്കി ഇങ്ങനത്തെ ചട്നി. തേങ്ങാ ചട്നി എന്നും വെള്ളം പോലെ ഇങ്ങനെ തിളപ്പിച്ചിട്ട് കുടിക്കാൻ, തിളപ്പിച്ചിട്ട് ഇതാക്കി എന്താ ഒരു ടേസ്റ്റും ഇല്ല, വെറും ഉപ്പ് വെള്ളം പോലെ ഇങ്ങനെ ചട്നി. ഇതാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. കുറുകിയിട്ട് നല്ല കുറുക്കത്തോടെ കഴിക്കും. അപ്പോൾ എല്ലാം റെഡി ആയിട്ടോ. അപ്പോൾ മോൾക്ക് ടിഫനാണ്, ലഞ്ചില്ല കേട്ടോ. ലഞ്ചായിട്ട് കൊണ്ടുപോകണം ടിഫനാണ് കേട്ടോ. അപ്പോൾ നൂൽപുട്ട് അവളെ ഫേവറേറ്റാണ്. നൂൽപുട്ടും പഞ്ചസാരയും തേങ്ങാപ്പാലും ചോദിച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തേങ്ങയുടെ റേറ്റ് ആലോചിച്ചിട്ട് തേങ്ങാപ്പാൽ പിയ്യണമെങ്കിൽ 2 തേങ്ങയിലും വേണം പിയ്യണമെങ്കിൽ എനിക്ക് കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ എന്ത് കാട്ടി, പാല് തിളപ്പിച്ചെങ്ങാണ്ട് നൂൽപുട്ടും പഞ്ചസാരയും തേങ്ങയും ലഞ്ചിലാക്കിയിട്ട് കുറച്ച് പാലും കൊടുത്ത് വിട്ടാൽ അവൾക്ക് ലഞ്ച് അടിപൊളിയായിട്ടോ. അപ്പം അങ്ങനെ മോൾക്ക് ഫുഡൊക്കെ കൊടുത്ത് മോൾ പോയിട്ടോ. റോഡ് സൈഡിലാണ് കേട്ടോ വീട്. ഇതാ അവിടെ നിൽക്കുന്നുണ്ട്, ഓട്ടോ കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഒരു ഓട്ടോ വരാനുണ്ട്. എപ്പോഴും പോണൊരു ഓട്ടോ ആണ് കേട്ടോ. ഈ 10 രൂപ കൊടുത്ത് എവിടെ പോയിട്ട് ഇറങ്ങാം കേട്ടോ, അങ്ങനത്തെ ഒരു ഓട്ടോ ആണ്. അപ്പോൾ ആ ഓട്ടോ എന്ന് പറഞ്ഞാൽ ബസ് കാത്തിപ്പറിച്ച് കുറേ നേരം ടൈം ഇതാകും. ഈ ഓട്ടോ എന്ന് പറഞ്ഞാൽ മിനിറ്റിന് 10-35 ഓട്ടോ ഉണ്ട്, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിൽ വേറൊരു സ്ഥലത്ത് പോയിട്ട് ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ്സിൽ പോകും കേട്ടോ, അവിടെ സ്കൂൾക്ക്. അങ്ങനെ 2 തവണ ബസ് കയറി ഇറങ്ങണം. അപ്പോൾ ആ ഓട്ടോ ഉണ്ട് കേട്ടോ, ഈ ഓട്ടോ ഷെയർ ഓട്ടോ എന്നാണ് അതിന് പറയുക. ഇതിൽ എവിടെ ഇറങ്ങിയാലും എവിടുന്ന് കയറിയാലും 10 രൂപ കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ അവൾ പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു, എനിക്കില്ല ഫുഡ് കഴിച്ചിട്ട് ഞാൻ എൻ്റെ അംഗത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഗൈസ്.
ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ഥലമുള്ളൂ കേട്ടോ, അടിക്കാനും കോരാനും മുറ്റൊന്നുമില്ല, റോഡല്ലേ. ഇവിടെ അങ്ങനെയല്ല, ഒരു അപ്പാർട്ട്മെൻറ്റ് മാതിരിയാണ് കേട്ടോ. അധികം പുറത്തത്തെ അടിക്കൽ തുടക്കൽ ഒന്നുമില്ല, വെറും ഉള്ളു മാത്രം നോക്കിയാൽ മതി. അതേമാതിരി അലക്കാനും തന്നെ വാഷിംഗ് മെഷീനിൽ അലക്കാനും കല്ലൊന്നുമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ അടിക്കലാണിത്. പക്ഷെ ഭയങ്കര ഈ റോഡ് സൈഡായത് കാരണം ഡെയിലി ജോലിയാണ് കേട്ടോ. വീട് മൊത്തം മണ്ണാക്കാരം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ അലർജിയിലൊരിക്കും അലർജിയൊക്കെ വരും കേട്ടോ. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ മണ്ണ് ഇങ്ങനെ വന്നിട്ടേ ഇരിക്കും. എന്താണെന്ന് വിചാരിച്ചാൽ രാത്രി 11-12 മണി വരെ ഈ വണ്ടികളൊക്കെ ഓടുന്ന ഈ മണ്ണൊക്കെ ഈ റോട്ടിൽ നിന്ന് വീട്ടിൻ്റെ ഉള്ളിലാണ് അടയണത്. ഇവിടുത്തെ വണ്ടികളെ കാര്യം എന്ന് പറയുന്നത്, വണ്ടികൾ ഒരു കടന്നൽക്കൂട്ടം വരുന്ന പോലെ 24 മണിക്കൂറും ഉണ്ടാവും കേട്ടോ. അങ്ങനെയാണ് ഇവിടുത്തെ വണ്ടികൾ. നമ്മൾ കേരളത്തിലത്തെ വണ്ടികളെ പോലെയല്ല. ഇവിടെയൊക്കെ ഡ്രൈവിങ് നല്ലോണം അറിഞ്ഞവരുള്ളൂ കേരളത്തിൽ നിന്ന് വണ്ടി ഓടിക്കാൻ വരാൻ പറ്റുക. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രക്ക് തിരക്കാണ് കേട്ടോ. മുട്ടിയിട്ടാണ് പോകും. ഫസ്റ്റൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഡ്രൈവിങ് ബൈക്ക് ഓടിക്കുമ്പോൾ. പക്ഷേ ഇപ്പോൾ എനിക്കത് എക്സ്പീരിയൻസ് ആയി കേട്ടോ. അങ്ങനെ 9:30 മണിയായിട്ടോ. 9:30 മണിയായി. മോന് ഒന്ന് ഉണന്നിട്ട് വെള്ളം കുടിച്ചിട്ട് ഒന്നും കൂടിയും കടന്നു കേട്ടോ. അപ്പോൾ ഓനൊന്ന് തല ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്ത് അവനെ ഒന്നും കൂടി ഉറങ്ങും കേട്ടോ. എനിക്ക് തലമ്മ തൊട്ട് അപ്പം ഉറക്കം വരും. അപ്പം അങ്ങനെ ഞാൻ പാത്രം കഴുകാനുള്ള പണിയിലോട്ട് പോയിട്ടോ. എന്താല്ലേ പെണ്ണായി ജനിച്ചുകൊണ്ട് എന്തെല്ലാം കഷ്ടപ്പാടല്ലേ, എത്രങ്ങാനും ജോലി. നമുക്ക് കൂലിയില്ല, റെസ്റ്റ് ഇല്ല, ഒന്നുമില്ല കേട്ടോ. നമ്മൾ ജോലി എടുത്ത് നമ്മളെ ജീവിതം അങ്ങനെ അവസാനിക്കൂലേ. എന്താല്ലേ ലൈഫ് എന്ന് പറയുന്നത്. എന്താ ആണുങ്ങൾക്കെന്ന് പറഞ്ഞാൽ പുറത്ത് പോയി കഷ്ടപ്പെടേണ്ടതെന്ന് പറഞ്ഞാലും അവർക്ക് പുറത്ത് പോയാലും റെസ്റ്റ് ഉണ്ട്. എന്തെന്ന് ചോദിച്ചാൽ ലീവുണ്ട്, റെസ്റ്റ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും. നമുക്ക് ഒരു കാലത്ത് അസുഖം ഉണ്ടായ റെസ്റ്റ് ഉണ്ട്, നമുക്ക് അസുഖം ഉണ്ടായ റെസ്റ്റ് ഇല്ല, ലീവില്ല, ഒന്നുമില്ല. അങ്ങനെ പാത്രം മൂറുകയാണ് കേട്ടോ. പാത്രം കഴിഞ്ഞിട്ട് പാത്രം കഴുകുക എന്ന് പറഞ്ഞാൽ 1.5 കഴുകലല്ല മക്കളെ. ഈ ഒരു പാത്രം രാവിലത്തെ ഒരു കുറച്ച് പാത്രം ഉള്ളൂ കേട്ടോ. ഇനി ഉച്ചക്കത്തെ അംഗം എന്ന് പറയുന്നത് ഒരു 1.5 അംഗമായിരിക്കും കേട്ടോ. അതൊരു ഇതിൻ്റെ ഡബിളായിരിക്കും. അങ്ങനെ രാത്രി വരെ പാത്രം കഴുകി നമ്മൾ തേയുകയെന്നല്ലാതെ ഈ പാത്രത്തിൻ്റെ ഒരു കുഴപ്പമില്ല കേട്ടോ. എത്ര തേച്ചിട്ടും അത് അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എൻ്റെ ചാനലൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടില്ലേ. ഇനി കമാൻഡി കൂടി ഒന്നും ചോദിക്കണ്ടില്ലേ. കയ്യിൻ്റെ മുട്ടിലൊന്നുമല്ല, അത് ഞാനൊരു മുഖത്ത് തേക്കുന്ന ഒരു ക്രീമില്ലേ, ഞാൻ ഉണ്ടാക്കിയ ഒരു ക്രീം തെച്ചിപ്പൂവിൻ്റെ, അതാണ് ഇട്ടില്ലേ മുട്ടിൽ കയ്യിൻ്റെ മുട്ട് ഭയങ്കര കറുപ്പാണ്. അപ്പം അതുകൊണ്ട് അത് തേച്ചിക്കാണ് കേട്ടോ. അത് മുഖത്തും തേക്കാറുണ്ട്, കയ്യിലും തേക്കാറുണ്ട് കേട്ടോ. അപ്പം അത് തേച്ചിട്ടാണ് ജോലിക്കൊക്കെ ഇറങ്ങാറ്.
അങ്ങനെ കഷ്ടിച്ച് പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടോ. ആ പാത്രം കഴുകൽ കഴിഞ്ഞപ്പോഴത്തേക്കും മോനെ എണീച്ചിട്ടോ. കാരണം എന്തെന്ന് വിചാരിച്ചാൽ പാത്രം കഴുകുമ്പോൾ ഒരു അംഗമായിരിക്കും, ഇവിടെ പൊട്ടലും തെറിയൊക്കെ നടക്കും. അപ്പോൾ അത് കാരണം മോനെ എണീറ്റു. അപ്പോൾ മോനെ എണീറ്റ് അവനക്ക് അവന് പല്ലൊക്കെ തേച്ച് ഒന്ന് റെഡിയാക്കി അവനക്ക് ഫുഡ് കൊടുക്കാൻ കേട്ടോ. ഫുഡ് കൊടുക്കാന്ന് പറഞ്ഞാൽ റൂമിൽ വെച്ചിട്ട് തന്നെ. ചെറിയ വീടാണ് കേട്ടോ, വലിയ വീടൊന്നുമല്ല. ഇവിടെയൊക്കെ ഭയങ്കര റേറ്റാണ് കേട്ടോ വീടിനൊക്കെ. അപ്പോൾ എന്താ റോഡ് സൈഡ് കണ്ടോ, റോഡും നോക്കും, അവനക്ക് ഫുഡും കൊടുക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. നല്ല ടൈം പാസ്സാണ് ഇവിടെ, ഭയങ്കര എൻജോയ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ വീഡിയോസ്. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടാറ്റാ ബൈ. അപ്പോൾ ഞങ്ങൾ പോവാണ് കേട്ടോ, ഒരു മരിപ്പുണ്ട്, അതിന് പോയിട്ട് വരാം. ടാറ്റാ ബൈ, സീ യു.